ഏവർക്കും നമസ്കാരം. വിസ്ഡം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോ കീം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും NDA എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും, അതായത് കീം 2025 NDA 2025 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പഠന സൗകര്യം എളുപ്പമാക്കാൻ വേണ്ടി ഓരോ ചാപ്റ്റർ ഓരോ ദിവസം എന്ന നിലയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള തുടർച്ച ആദ്യത്തെ പാഠമാണ് ഇത്. ഇന്നത്തെ പാഠം അവതരിപ്പിക്കുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വീഡിയോയും എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം, പഠിക്കണം എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണക്കിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും. അത് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ടാവും, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ടാവും, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നാളത്തെ വീഡിയോ ഡിഫറൻസിയേഷൻ എന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നു മുതൽ പരീക്ഷ തീരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ വേഗം നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് കൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന കൂടുതൽ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. കാരണം നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ആവശ്യമായ ട്രിക്സുകൾ അതാത് സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ട്രിക്സ് മാത്രമല്ല, കൺസെപ്റ്റ് പഠിച്ച് ട്രിക്സ് പഠിക്കുക എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി അല്ലേ, NDAക്കാർക്കും കീംകാർക്കുമുള്ള വീഡിയോയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി? നമുക്കറിയാം, ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ്, ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ലെഫ്റ്റ്, എ മൈനസ് എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന എയും, പിന്നെന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലിമിറ്റിൻ്റെ വാല്യൂ തുല്യമായിരിക്കണം അല്ലേ. ഇതാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇനി അത് കണ്ടിന്യൂറ്റി ആണോ എന്ന് നോക്കുവാണെങ്കിൽ എന്താണ്, അത് എതിന് തുല്യമായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു f(a)ക്ക് തുല്യമായിരിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ള കണ്ടീഷൻ. ഈ കണ്ടീഷൻ വെച്ച് വേണം നമുക്ക് കണക്കുകൾ ചെയ്യാം അല്ലേ. അപ്പം ലിമിറ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലിമിറ്റും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ലിമിറ്റും തുല്യമാണെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അത് f(a)ക്ക് തുല്യമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കണ്ടിന്യൂറ്റി ആണെന്നും പറയാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലൂടെ ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആദ്യത്തെ മെത്തേഡാണ് എന്താണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മളെന്താണ്, ലിമിറ്റിൻ്റെ വാല്യൂ, എക്സിൻ്റെ ലിമിറ്റ് വാല്യൂ ഫംഗ്ഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റിയൽ വാല്യൂ ആണെങ്കിൽ, അതായത് 0 ആകാം, ഇൻഫിനിറ്റി ആകാം. അത് രണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി അതല്ല, നമുക്ക് കിട്ടുന്ന വാല്യൂ 0/0, ഇൻഫിനിറ്റി, 1∞ മുതലായവയാണ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ ഇൻഡിറ്റർമിനൻ്റ് ഫോം എന്ന് പറയും. ഇൻഡിറ്റർമിനൻ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻഡിറ്റർമിനൻ്റ് ആണോ അതോ വാല്യൂ ഉള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതിന് ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാ മെത്തേഡിലും ആവശ്യമാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാല്യൂ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a/b. ലിമിറ്റ് എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? a/b എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനായ b/a - bx പ്ലസ് a/bx² - ax വാല്യൂ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. നമ്മൾ ഏത് കണക്ക് തന്നാലും ആദ്യം അതിനെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് a/b കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം
അല്ലേ? അപ്പോൾ നമുക്ക് കൊടുക്കാം എക്സിൻ്റെ സ്ഥാനത്ത് എ ബൈ ബി കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് വെച്ചാൽ എ ബൈ ബി, ബിയും ബിയും കട്ടിപ്പോയി എ മൈനസ് എ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ബി എക്സ് സ്ക്വയർ ഇട്ടപ്പോൾ എക്സ് എ. അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് ഏറ്റവും വലിയ കണക്കാണ്. അപ്പം നമുക്ക് ആ ലിമിറ്റ് ഞാൻ പിന്നെ എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടുത്തെ കോമൺ ആരാണ്? എക്സ് കോമൺ ആണ്. എക്സ് കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടി? ബി എക്സ് മൈനസ് എ. ഞാൻ ലിമിറ്റഡ് അപ്പോൾ എഴുതുന്നില്ല, വാല്യൂ എഴുതി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എ മൈനസ് ബി എക്സ് ആണ്, ഇവിടെ ബി എക്സ് മൈനസ് എ ആണ്. രണ്ട് ഈക്വലേഴ്സ് ഒരു മൈനസ് പുറത്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി എക്സ്, ഒരു മൈനസ് ഇതിന് പുറത്തെടുക്കുമ്പോൾ മൈനസ് ആയി, എ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എ മൈനസ് ബി എക്സ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ബി എക്സ് മൈനസ് ഇത് ഇവിടെ വരുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു, ബാക്കി എന്തോ കിട്ടും? ഇവിടെ ഒന്നുമില്ല. ദാറ്റ് ഈസ് ഇക്വൽ ടു എ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എ മൈനസ് ബി എക്സ്. ഓക്കെ, ഇത് നമ്മൾ എൽ സി എം കണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഈസ് ഇക്വൽ ടു ബി എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഇവിടെ എന്താണ്? മുകളിൽ എന്താണ്? ബി എക്സ് മൈനസ് എ, താഴെ എന്താണ്? എ മൈനസ് ബി എക്സ്. അപ്പം നമുക്ക് മുകളിലുള്ള മാറ്റാൻ വേണ്ടി ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ബി എക്സ് മൈനസ് എ എന്ന് കിട്ടി. അപ്പോൾ ബി എക്സ് മൈനസ് എ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താണ്? എ ബൈ ബി. ഇവിടെ എന്തുകൊണ്ട് ശിഷ്ടമുണ്ട്? മൈനസ് 1/x എന്ന് കിട്ടില്ലേ? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ ബൈ ബി കൊടുക്കുമ്പോൾ ബി മുകളിൽ പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ അല്ലേ? ദിസ് ഈസ് ദ സിംപ്ലിഫൈഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ? നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്തിട്ട് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഏത് ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4, 4 മൈനസ് 4 0. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 2 0 അല്ലേ? അപ്പോൾ 0/0 ഫോം ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ എന്തായത്? ഇൻഡിറ്റർമിനൻ്റ് ഫോമായി. ഇൻഡിറ്റർമിനൻ്റ് ഫോം ആകുമ്പോൾ രണ്ടാമത്തെ മെത്തേഡ്, നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുത്തു. അപ്പോൾ അത് ഇവിടെ ഫെയിലായി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇവിടെ ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസേഷൻ മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താണ്? ഫാക്ടറൈസേഷൻ. എന്താണ്? നമുക്ക് ആരാണോ ഇവനെ ഇൻഡിറ്റർമിനൻ്റ് ഫോം ആക്കിയത്, ആര് മൂലമാണോ ആക്കിയത് അവനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം അല്ലേ? അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഡിനോമിനേറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് 4 സ്ക്വയറിനെ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് എഴുതുമ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പോൾ എന്ത് കിട്ടി? എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എത്ര കിട്ടി? എക്സിന് 2 കൊടുക്കുമ്പോൾ 2 + 2 = 4 എന്ന വാല്യൂ. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ കണക്കുകൾ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 3 അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 സ്ക്വയർ പ്ലസ് 6 9 + 6 15 15 മൈനസ് 15 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 9 + 6 9 + 6 is equal to 15 minus 15 is equal to 0. അപ്പോൾ നമുക്ക് കിടന്നിട്ട് 0/0 കിട്ടി. അപ്പോൾ ഇതെന്താണ്? മുകളിലും താഴെ പോളിനോമിയലാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 5 എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു 5 -15 -3 + 5 + 2. ഫാക്ടറൈസേഷൻ മെത്തേഡ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ? ഇവിടെ എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ -2
6 that is equal to x minus 3 into x minus 2 that is equal to minus 3 into minus 2 plus 6 minus 3 minus 2 minus 5. അപ്പോൾ ഇവിടെ ആര് ക്യാൻസൽ ചെയ്ത് പോയി? എക്സ് മൈനസ് 3 ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് അപ്പോൾ അപ്ലൈ ചെയ്യാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x plus 5 divided by x minus 2 that is equal to 3 കൊടുക്കുമ്പോൾ 3 plus 5 8 divided by 3 minus 2 1 that is equal to 8. This is the factorization method. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിൽ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 2 x raised to 3 minus 2 raised to 3 divided by x minus 2. ഇതിന് നമ്മൾ എന്താണ് ഫോർമുല മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താ പറയുന്നത്? ലിമിറ്റ് x tends to a x raised to a x raised to n minus 2 raised to n divided by x 2 raised to n അല്ല a raised to n divided by x minus n. എന്താണ് ഫോർമുല? ലിമിറ്റ് x tends to a എയിലോട്ട് ടെൻഡ് ചെയ്യുകയും എക്സ് റേസ് ടു എൻ മൈനസ് ഇവിടെ എവിടെയാണോ ടെൻഡ് ചെയ്യുന്ന ആ വാല്യൂ ഇവിടെ വരികയും പവർ രണ്ടും തുല്യമായിരിക്കുകയും താഴെ എക്സ് മൈനസ് എയും വന്നാൽ എന്താണ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഇതാണ് ഫോർമുല. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് റിസൾട്ട്. കാണാപ്പാടം പഠിക്കേണ്ട ഫോർമുലയാണ്. എന്താണ്? ലിമിറ്റ് എക്സ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പം നമുക്ക് ഈ ഫോർമുല വെച്ച് ഈ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ എക്സിന് പ്രാധാന്യമുണ്ട്. എൻ എത്രയാണ്? 3 ഇൻറ്റു എ എത്രയാണ്? 2 റേസ് ടു എൻ മൈനസ് 1 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 12 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതിനകത്ത് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വേറൊരു ചോദ്യം നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഞാനിവിടെ എഴുതാം. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 3 മൈനസ് 2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 2 മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നില്ല. അതുപോലെ പവർ മുകളിൽ ഒരു പവർ താഴെ ഒരു പവർ. ഇത് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ട മെത്തേഡ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 3 മൈനസ് 2 റേസ് ടു 3. നമുക്ക് ആര് താഴെ വരണം? നമുക്ക് എക്സ് മൈനസ് എ ഡിനോമിനേറ്റർ കിട്ടണം. നമ്മൾ ആ ഡിനോമിനേറ്റർ എഴുതി എക്സ് മൈനസ് എ. അത് ന്യൂമറേറ്ററായി. ഡിനോമിനേറ്ററിലോ എക്സ് മൈനസ് 5 മൈനസ് 2 റേസ് ടു 5 അല്ലേ? നമുക്ക് ആരെ കിട്ടണം? എക്സ് മൈനസ് എ കിട്ടണം. എക്സ് മൈനസ് 2. അപ്പോൾ നമുക്ക് ഈ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഫംഗ്ഷൻ്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? മുകളിലത്തുള്ളതിൻ്റെ വാല്യൂ എന്താണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? 3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1 2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ എൻ എത്രയാണ്? 5 ഇൻറ്റു 2 റേസ് ടു 5 മൈനസ് 1 എത്രയാണ്? 4. അപ്പോൾ എത്ര കിട്ടി? 3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 5 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/20 എന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് എഴുതാം. എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും മെത്തേഡ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിവിടെ ഡയറക്റ്റ് എഴുതാം. ഡയറക്റ്റ് എന്താ വന്നിരിക്കുന്നത്? 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇൻറ്റു എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം മൈനസ് എന്നാണ് താഴെ വന്നത് മുകളായിപ്പോയി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ. അതാണ് രണ്ടാമത്തെ ട്രിക്സ്. അതിനെ നമ്മൾ എന്താ പറയും? ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണക്കാണ്. മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 √(1 + x² - √(1 - x² / x).
അപ്പോൾ എന്താണ്, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 + 0 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0/0 ഫോം വന്നു. അത് നമുക്ക് പോസിബിളാണ്, ഇൻഡിറ്റർമിനറ്റ് ഫോം ആണല്ലേ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൽ റൂട്ടുണ്ട്. റൂട്ട് മീൻസ് റാഡിക്കൽ സൈൻ ഉണ്ട്. റാഡിക്കൽ സൈൻ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ റാഡിക്കൽ സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യണം. ആ റാഡിക്കൽ സൈൻ നമുക്ക് മാറ്റണം. ആ റാഡിക്കൽ സൈൻ മാറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യം ഈ എക്സ്പ്രഷൻ അതുപോലെ എഴുതാം. √1 + x² മൈനസ് √1 - x² ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ. ഇനി എന്താണ്, കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. കോഞ്ചുഗേറ്റ് എന്നാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത ടേമിൻ്റെ സൈൻ മാറ്റുക. അപ്പോൾ എന്ത് കിട്ടി, √1 + x² മൈനസ് എന്താവും, പ്ലസ് ആവും. √1 - x² ദ ഹോൾ ഡിവൈഡഡ് ബൈ √1 + x² പ്ലസ് √1 - x². അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x 0 കിട്ടും. അപ്പോൾ √1 1 ആണ്, 1 + 1 2. ഇതിന് പോലെ നമുക്ക് 2 എന്ന് എഴുതാം. ഓക്കെ, ആ എക്സ്പ്രഷൻ അതുപോലെ വീണ്ടും വീണ്ടും എഴുതണമെന്നില്ല. നമുക്ക് എന്താവണം, ഫൈനൽ ആൻസർ പെട്ടെന്ന് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 കിട്ടി. ഇനി ഇവിടെ എന്താ കിട്ടും, ന്യൂമറേറ്റർ എന്താണ്, a - b × a + b, a - b × a + b. അപ്പം a - b × a + b എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു a² - b². ദെൻ ഇപ്പോൾ റൂട്ട് റിമൂവ് ആവും. 1 + x² മൈനസ് ഓഫ് 1 - x² ഡിവൈഡഡ് ബൈ 2 × x 2x. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -1 ഉം +1 ക്യാൻസലും x² + x² കിട്ടി. അപ്പോൾ ലിമിറ്റ് x → 0 x² + x² എത്രയാണ്, 2x² ഡിവൈഡഡ് ബൈ 2x. ദെൻ x² x വെട്ടിപ്പോയി, 2 × വെട്ടിപ്പോയി, എന്ത് കിട്ടും, ലിമിറ്റ് x → 0 നമുക്ക് x മാത്രമുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് ടെൻഡ് ചെയ്യുമ്പോൾ 0. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 0 ഈസ് എ റൈറ്റ് ആൻസർ, ബട്ട് 0/0 ആണ് നമുക്ക് പ്രശ്നക്കാരൻ. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി, 0 എന്നുള്ള വില കിട്ടി. ക്ലിയർ. അടുത്ത ചോദ്യം, അടുത്തത് വെച്ചാൽ നമുക്ക് കുറേ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് റിലേഷൻസ് പഠിക്കണം. എന്താണ്, ലിമിറ്റ് x → 0 sin x/x ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 0 x/sin x ഈസ് ഈക്വൽ ടു 1. എന്താണ്, ഇവിടെ എക്സ് എങ്ങോട്ട് ടെൻഡ് ചെയ്യണം, എക്സ് 0 ടെൻഡ് ചെയ്യണം. എക്സ് 0 ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ sin x/x, സൈനിൻ്റെ കൂടെ ഏത് ആംഗിൾ വരുന്നോ അതേ സെയിം ആംഗിൾ തന്നെ താഴെ വരണം. അതിൻ്റെ വാല്യൂവും അത് തിരിച്ചു വന്നാലുള്ള വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ ലിമിറ്റ് x → 0 tan x/x ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → 0 x/tan x, അതും എത്രയാണ്, 1 ആണ് അല്ലേ. ഇത് കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഈ രണ്ട് ഫോർമുലയും വെച്ചാണ് നമുക്ക് ഇനി അടുത്ത കണക്ക് ചെയ്യാനുള്ളത്. കണക്കിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x → 0 sin x/4 sin x/4 അതാണ് ആംഗിൾ ഡിവൈഡഡ് ബൈ എക്സ്. അത് 1 ആവില്ല. എന്തുകൊണ്ടാവില്ല, ഇവിടെ സൈഡിൻ്റെ കൂടെ കിടക്കുന്ന ആംഗിൾ ആരാണ്, x/4 ആണ്. അപ്പോൾ താഴെ 6 വരണം. അപ്പം നമുക്ക് താഴെ 6 വേണം, ആവശ്യമുള്ളവരെ നമുക്ക് എഴുതി ചേർക്കാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x/4 ഡിവൈഡ് ബൈ, ഇവിടെ എക്സ് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ x/4 എന്ന് എഴുതി അല്ലേ. അങ്ങനെ എഴുതുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്ത് കിട്ടി, 1/4 ലിമിറ്റിന് പുറത്തെടുത്തു. ലിമിറ്റ് x → 0 sin x/4 ഡിവൈഡഡ് ബൈ x/4 അല്ലേ. അപ്പോൾ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫോർമുലയാണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ചോദ്യമാണ്. ലിമിറ്റ് തീറ്റ → 0 cosec θ - cot θ ഡിവൈഡ് ബൈ തീറ്റ.
അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റയെ സിംപ്ലിഫൈ ചെയ്യണം. ലിമിറ്റ് എഴുതുന്നില്ല. കൊസീക് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 1/sin തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ തീറ്റ. ഓക്കെ, ഇത്ര എഴുതിയല്ലോ. ഇനി മുകൾ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, സോറി സൈൻ തീറ്റ, തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? സൈൻ തീറ്റ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. നമുക്ക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ആണോ വരേണ്ട? അല്ലല്ലോ. തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള സാധനം കൊടുക്കുന്നു. 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ താഴെ ആര് വരണം? ലിമിറ്റ് തീറ്റ ടെൻ ടു 0 ആണെങ്കിൽ സൈൻ തീറ്റയുടെ താഴെ തീറ്റ വരണം. തീറ്റ നമ്മൾ എഴുതി. തീറ്റ എഴുതി എന്ത് ചെയ്യണം? സൈൻ തീറ്റ ബൈ തീറ്റ എഴുതി. തീറ്റ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആൾറെഡി ഒരു തീറ്റ ഉണ്ട്. അപ്പോൾ ഈ തീറ്റയും നമ്മൾ എക്സ്ട്രാ എടുത്ത തീറ്റയും കൂടെ എന്താവും? തീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇതെന്താവും? ദിസ് ഈസ് പാർട്ട് 1 ആയി മാറും. അപ്പോൾ അതങ്ങ് പോയേ. ഇനി നമ്മൾ എന്തുണ്ട്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ സ്ക്വയർ ആയിട്ട് മാറി അല്ലേ. ഈ എന്താണ് 1 മൈനസ് കോസ് തീറ്റ? 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ സ്ക്വയർ. ക്ലിയർ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ സ്ക്വയർ. ഈ 1 മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റ ആണെങ്കിലോ 1 പ്ലസ് കോസ് തീറ്റ എന്നാണെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇതെല്ലാം ട്രിഗ്ണോമെട്രി നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്കിവിടെ എന്താണ്? ഇവിടെ തീറ്റ ബൈ 2 ആണ്. ഇവിടെ തീറ്റയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ, ശ്രദ്ധിക്കുക, 2 സൈൻ സ്ക്വയർ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ തീറ്റ ബൈ 2. ഈ തീറ്റ ബൈ 2 ആകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് ഇവിടെ കുടിക്കണം അല്ലേ. ഇനി നമുക്ക് എന്താണ്? നമ്മൾ 2 ഇവിടെ എഴുതാം. 2 ഇൻറ്റു, അപ്പോൾ 2 തീറ്റ ബൈ 2 2ൻ്റെ വെട്ടിപ്പോയല്ലോ. ഇനി എന്താണ്? സ്ക്വയർ ചെയ്യാം. സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ്? 2 എന്നുള്ളത് 2 സ്ക്വയർ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ 2 സ്ക്വയർ. ക്ലിയർ ആയോ? വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ എന്താണുള്ളത്? 2 സൈൻ തീറ്റ സൈൻ തീറ്റ ബൈ 2 അല്ലേ. അത് നമുക്ക് താഴെ ആര് വരണം? തീറ്റ ഉണ്ടെന്ന് വയ്ക്കുക. തീറ്റ ബൈ 2 വരണം. അപ്പം നമുക്കിവിടെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ നമ്മളെന്താണ്? ഇവിടെയും സൈൻ സ്ക്വയർ ആണ്, ഇവിടെയും തീറ്റ സ്ക്വയർ ആണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് മൊത്തത്തിൽ ഒരു സ്ക്വയർ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഡിവൈഡ് ബൈ തീറ്റ സ്ക്വയർ ബൈ എന്താണ്? 2 സ്ക്വയർ എന്നുള്ള 4 ആവും. അപ്പോൾ ഇത് 4 ആയി, 2 സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 1 ആയി മാറി. 2 ബൈ 2 സ്ക്വയർ എത്രയാണ്? 1 ബൈ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? 2ഉം 2⁴ 2ഉം കൊണ്ട് വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അടുത്ത ട്രിക്സ് ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു ജി ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ദ പവർ ജി ഓഫ് എക്സ്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. എന്തെഴുതും? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഇ ടു ദ പവർ എന്താണ്? ഇവിടെയാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഇ റേസ് ടു ദ പവർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ. ആരാണ് മുകളിലുള്ളത്? അവനെ പിടിച്ച് ഇവിടെ എഴുതും ജി ഓഫ് എക്സ് ഇൻറ്റു ബാക്കി ആരുണ്ട്? എഫ് ഓഫ് എക്സ് മൈനസ് 1. എഫ് ഓഫ് എക്സ് മൈനസ് 1.
ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് 1 കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ജി ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. എന്താണ്? വെൻ എക്സ്റ്റെൻഡ്സ് ടു എ ജി ഓഫ് എക്സ് ഡിസ്റ്റൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് ഫോമിൽ വരണം? 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിൽ വന്നാൽ, ഒരു ഫംഗ്ഷനെ കണ്ടുപിടിക്കേണ്ട 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമിൽ വന്നാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്നാൽ പവറായിട്ട് നിൽക്കുന്ന ഫംഗ്ഷനെ ആദ്യം എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് മൈനസ് 1 ഈ രീതിയിൽ എഴുതിയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ക്ലിയർ ആയി നോക്കാം. നമുക്കൊരു ചോദ്യം നോക്കാം. ഇപ്പോൾ ചോദ്യം പറഞ്ഞത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 1 + 2x ഡിവൈഡ് ബൈ 1 - 3x ഹോൾ റേസ് ടു 1/x. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും 0 ആയപ്പോൾ ഇവിടെ 1 ആയി. 1/0 ഇൻഫിനിറ്റി ആണെന്ന് അറിയാം. എന്താണ്? 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതുപോലെ 1/∞ എന്ന് പറയുന്നത് 0 ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ ഇതെന്ത് ഫോമാണ്? 1 റേസ് ടു ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെ എഴുതും? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 എന്താണ് പവർ ഉള്ളത്? 1/x ഇൻറ്റു ഇതെന്താണ്? എഫ് ഓഫ് എക്സ് 1 + 2x ഡിവൈഡഡ് ബൈ 1 - 3x മൈനസ് 1. Then e raised to limit extends to 0 1/x into 1 + 2x minus 1 into 1 minus 1 minus into minus plus 3x whole divided by 1 minus 3x. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്താണ്? +1 -1 വെട്ടിപ്പോവും. 2x + 3x എത്രയാണ്? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 1/x ഇൻറ്റു 2x + 3x എത്രയാണ്? 5x. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 - 3x. അപ്പോൾ ഈ എക്സും ഈ എക്സും വെട്ടിപ്പോയി. ഇനി നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ 1 - 0 1 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? ഇ റേസ് ടു 5. ഇ റേസ് ടു 5 അല്ലേ? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വെട്ടിപ്പോയി. ബാക്കി 5 ഡിവൈഡഡ് ബൈ 1 - 3x ഇത് വെട്ടിപ്പോകുമ്പോൾ ഇ റേസ് ടു 5/1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 5 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 log 2x to the base 2 പവേർഡ് 1/log x to the base 2. അപ്പോൾ നമുക്ക് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ log 2 to the base 2 എത്രയാണ്? 1 ആണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ log 1ൻ്റെ വാല്യൂ ഏത് ബേസ് ആയാലും എന്താണ്? 0 ആണ്. അപ്പം 1/0 എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്കിവിടെ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് log 2x എങ്ങനെ എഴുതാം? log 2 to the base 2 പ്ലസ് log x to the base 2. ക്ലിയർ ആണോ? log എ ബി എന്നാൽ log a പ്ലസ് log b ദ ഹോൾ റേസ് ടു എത്ര കിട്ടി? 1/log x to the base 2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 പവർ താഴെ 1 ഡിവൈഡഡ് ബൈ log x to the base 2 ഇൻറ്റു log 2 to the base 2 എത്രയാണ്? 1 ആണ്. 1 പ്ലസ് log x to the base 2 പിന്നെന്താണ്? ഒരു മൈനസ്. അപ്പോൾ 1 - 1 വെട്ടിപ്പോവും. പിന്നെന്ത് കിട്ടി? log x to the base 1 വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടി? ഇ റേസ് ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ ഈസ് ഇ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 5 raised to x minus 4 raised to x ഡിവൈഡ് ബൈ x. അപ്പം ഇത് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ളപ്പോൾ ലോഗരിതമിക് എക്സ്പോണൻഷ്യൽ റൂൾസ് ആണ്. എന്താണ് ആദ്യത്തെ റൂൾ പറയുന്നത്? ഈ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 a raised to x minus 1 ഡിവൈഡ് ബൈ x എന്ന് പറയുന്നത് log a ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ 3 ഫോർമുലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് 5 raised to x minus 4 raised to x ആണ്. ഇവിടെ ആര് വരണം? a raised to x minus 1 വരണം. നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ എഴുതി ചേർക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 5 raised to x minus 1.
ക്ലിയർ ആയല്ലോ? എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ -1 കുറയ്ക്കാൻ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? -4x, ഇവിടെ -1 ആണല്ലോ, അപ്പോൾ നമുക്കിവിടെ +1 എഴുതാം /x. അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. ഇപ്പം മനസ്സിലായല്ലോ, 1 കുറച്ചു, ഇവിടെ 1 അവിടെ കൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി? 5x - 1 രണ്ടിൽ നിന്ന് മൈനസ് പുറത്തെടുത്താൽ 4x - ക്ലിയർ ആയല്ലോ? 5x /x. x എന്താണ്? കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് x → 0 5x - 1 /x മൈനസ് 4x - 1 /x. അപ്പോൾ എന്ത് കിട്ടി? ഇതിൻ്റെ ആൻസർ എത്രയാണ്? log a. ഇവിടെ a എത്രയാണ്? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു log 5 മൈനസ് log 4. ദാറ്റ് ഈസ് ഈക്വൽ ടു log 5/4. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x → 0 1 - e⁻x into sin x divided by x² plus s³. നമുക്ക് ഇവനൊന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ്? x⁻ → 0 ആണല്ലോ, അപ്പോൾ നമുക്കിവിടെ എഴുതാം 1 - e⁻x into sin x divided by, ഇത് രണ്ടിലും കോമൺ ആരാണ്? x² കോമൺ ആണ്, 1 + x. ഓക്കെ, ഇനി ഇവിടെ എന്താ ഫോർമുല ഉണ്ടാക്കുന്നത്? നമുക്കൊരു e⁻x - 1x ഉണ്ട് അല്ലേ? അപ്പോൾ ഈ x²നെ 1 - e⁻x divided by x എന്ന് എഴുതാം. x²നെ ഒരു x ഇങ്ങനെ എടുത്തു. ഇനി ആർക്കും x മറ്റേ x ആർക്ക് കൊടുക്കണം? sin x കൊടുക്കണം. sin x/x എന്ന് കൊടുത്തു. ഇനി ആര് മിച്ചമുണ്ട്? 1/1 + x. എവിടെയാണ് ലിമിറ്റ്? ലിമിറ്റ് x → 0. അപ്പോൾ 1 - e⁻x divided by x, e⁻x - 1/x 1 ആണെങ്കിൽ ഇതെന്താവും? -1 ഇൻറ്റു sin x/x. പിന്നെ x → 0 ഫോർമുല പഠിച്ചു, 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ലിമിറ്റ് x → 0 log 1 + x³ divided by sin³ x. ഫൈൻഡ് ദ വാല്യൂ. ലിമിറ്റ് എന്താണ് നമ്മൾ പഠിച്ചത്? ലിമിറ്റ് x → 0 log 1 + x divided by x ഈസ് ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ ആര് വരണം? x. ഇതെന്താണ് x? 1 + 1ൻ്റെ കൂടെ ആരാണോ അവൻ താഴെ വരണം അല്ലേ? ഇവിടെ ആരാണുള്ളത്? log 1 + x³ ആണുള്ളത് അല്ലേ? അപ്പോൾ താഴെ ആര് വരണം? x³ വരണം. അപ്പം നമുക്ക് 1 ആയിട്ട് കിട്ടും അല്ലേ? ഇനി x³ ഇവിടെ ഉണ്ടല്ലോ. ഇനി ഇവിടെ ആരുണ്ട്? sin³x. sin³x ആകുമ്പോൾ താഴെ ആര് വരണം? x³. ക്ലിയർ ആയോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തോ ഡിവൈഡ് ചെയ്തൊക്കെ കളയാം. അപ്പോൾ ഇതെന്താണ്? മുകളിലും 1 താഴെയും 1. അപ്പോൾ ടോട്ടൽ ആൻസർ ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ദ പവർഫുൾ ടൂൾസ് ഇൻ ദ ലിമിറ്റ്സ് ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് എൽ ഹോസ്പിറ്റൽ റൂൾ. എൽ ഹോസ്പിറ്റൽ റൂൾ നമ്മൾ എന്താണ്? എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ന്യൂമറേറ്ററിനെ പ്രത്യേകം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ പ്രത്യേകം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എപ്പോഴാണ് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കേണ്ടത്? 0/0യോ ∞/∞ വന്നാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കുന്ന നിയമം എന്താണ്? ന്യൂമറേറ്ററിനെ പ്രത്യേകം ചെയ്യുക, ഡിനോമിനേറ്ററിനെ പ്രത്യേകം ചെയ്യുക. ശ്രദ്ധിക്കുക, കോഷ്യൻ്റ് റൂള് എൽ ഹോസ്പിറ്റൽ റൂൾ ഇല്ല, പക്ഷേ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. അത് ശ്രദ്ധിക്കുക അല്ലേ? അപ്പം നമുക്കിവിടെ എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് b⁻1 ab - ab ഡിവൈഡ് ബൈ 1 0/0 ഫോമാണ്. അപ്പം നമുക്കിവിടെ ആരെ കൊടുക്കാം? എൽ ഹോസ്പിറ്റൽ റൂൾ കൊടുക്കാം. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ? a ഇൻറ്റു b⁻x എന്താണ്? a⁻x. a⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? a⁻x ഇൻറ്റു log a. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് a⁻x d/dx ഓഫ് a⁻x. ദാറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ നമുക്ക് b⁻x എന്താണ്? b⁻x ഇൻറ്റു log b. ഓക്കെ, മൈനസ് a⁻x ആണോ? a⁻x ഇൻറ്റു log a ഇൻറ്റു b ഡിവൈഡഡ് ബൈ
എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് 0. ക്ലിയർ? ഇനി എന്താണ് എ ഇൻറ്റു ബി റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ബി എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു ബി. ദാറ്റ് ഈസ് ഇതെങ്ങനെ എഴുതാം? എ ബി റേസ് ടു എക്സ് ലോഗ് ബി, ഒരു മിനിറ്റ്, എ ബി റേസ് ടു എക്സ് ലോഗ് ബി മൈനസ് എ റേസ് ടു എക്സ് ലോഗ്, ഇവിടെ ബി നമുക്ക് ബി ഇവിടെ ഉണ്ട്, ഈ ബി ലോഗ് എ. ഓക്കെ, അപ്പോൾ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ബി റേസ് ടു 1 എ ബി ആവും, എ ബി ലോഗ് ബി മൈനസ് എ ബി ലോഗ് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി കോമൺ എടുക്കാമല്ലോ. എ ബി കോമൺ എടുത്താൽ ലോഗ് ബി മൈനസ് ലോഗ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു ലോഗ് ബി ബൈ എ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് റേസ് ടു പി മൈനസ് 2 റേസ് ടു പി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 192. ഫൈൻഡ് പി. അപ്പോൾ പി കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് റേസ് ടു പി മൈനസ് 2 റേസ് ടു പി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. നമ്മൾ ഫോർമുല എന്താണ്? പി ഇൻറ്റു 2 റേസ് ടു പി മൈനസ് 1 ആണ് ഫോർമുല. ഈ പി ഇൻറ്റു 2 റേസ് ടു പി മൈനസ് 1 ആരാണ്? 192 ആണ്. അപ്പം നമുക്ക് 192 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 192 ഇവിടുത്തെ ബേസ് ആരാണ്? 2 ആണ്. അപ്പം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 19, 18, 91. പിന്നെ ആരാണ്? 192. സോറി, 9, 18, 96. ദെൻ എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 48, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 6 അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം പി ഇൻറ്റു 2 റേസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 റേസ് ടു 5. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടും പി ഈസ് ഈക്വൽ ടു 6. ഇനി പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 ആണെങ്കിലോ? പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മുടെ വാല്യൂ എത്ര കിട്ടി? പി ഈസ് ഈക്വൽ ടു 6. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.